നമസ്കാരം. ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് രാജിവെച്ചു. വ്യക്തിപരമായ കാരണം ചൂണ്ടിക്കാട്ടിയാണ് രാജി. ഏകദേശം 3 ലക്ഷത്തോളം യാത്രക്കാരെ വലിച്ചുകൊണ്ട് വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ട സംഭവത്തിന് 3 മാസത്തിന് ശേഷമാണ് എൽബേഴ്സിന്റെ രാജി. ആ സംഭവത്തിൽ വ്യോമയാന നിയന്ത്രണ അതോറിറ്റിയായ DGCA ഇൻഡിഗോയ്ക്ക് മറ്റ് നടപടികൾക്കൊപ്പം ആകെ 22.20 കോടി രൂപയുടെ പിഴ ചുമത്തിയിരുന്നു. കമ്പനിയുടെ മാനേജ്മെന്റ് ചുമതലകൾ ഇനി മാനേജിംഗ് ഡയറക്ടർ രാഹുൽ ഭാട്ടിയ താൽക്കാലികമായി നിർവഹിക്കുമെന്ന് കമ്പനി ഇന്ന് അറിയിച്ചു. ഇന്ന് ചേർന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ പീറ്റേഴ്സ് എൽബേഴ്സൺ സമർപ്പിച്ച രാജി ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. 2026 മാർച്ച് 10 പ്രവൃത്തി സമയം അവസാനിക്കുന്നതോടെ അദ്ദേഹം കമ്പനിയുടെ സേവനത്തിൽ നിന്ന് വിടുതൽ നേടും. ഇടക്കാലത്ത് കമ്പനിയുടെ മാനേജ്മെന്റ് കാര്യങ്ങൾ മാനേജിംഗ് ഡയറക്ടർ ശ്രീ രാഹുൽ ഭാട്ടിയ കൈകാര്യം ചെയ്യുന്നതാണെന്ന് ഇൻഡിഗോയുടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. 2022 സെപ്റ്റംബറിൽ ഇൻഡിഗോയുടെ തലപ്പത്തെത്തിയ എൽബേഴ്സ് കഴിഞ്ഞ ഡിസംബർ മുതൽ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. സമീപകാലത്ത് വിമാന കമ്പനി നേരിട്ട ഏറ്റവും വലിയ പ്രവർത്തന പ്രതിസന്ധി കമ്പനിയുടെ 100 കണക്കിന് വിമാന സർവീസുകളെയും സൽപ്പേരിനെയും ഒരുപോലെ ബാധിച്ചിരുന്നു. ഈ പ്രതിസന്ധി മൂലം 2000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായതായി NDTV റിപ്പോർട്ട് ചെയ്യുന്നു. രാജിക്കത്തിൽ വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൽബേഴ്സ് പടിയിറങ്ങുന്നത്. തന്റെ നോട്ടീസ് പീരീഡ് ഒഴിവാക്കി നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇൻഡിഗോയുടെ CEO ആയി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് വലിയൊരു ബഹുമതിയും അഭിമാനവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മനോഹരമായ വളർച്ചയുടെ കഥയുള്ള ഇൻഡിഗോ എന്ന ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമാകാനും നമ്മൾ ഒരുമിച്ച് കൈവരിച്ച നേട്ടങ്ങളുടെ ഭാഗമാകാനും കഴിഞ്ഞത് വലിയൊരു അനുഭവമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനുവരി 29 വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതിനെക്കുറിച്ച് നടത്തിയ തുറന്ന പ്രതികരണത്തിൽ 3 ദിവസത്തേക്ക് ഇൻഡിഗോയ്ക്ക് ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താനായില്ലെന്ന് എൽബേഴ്സ് സമ്മതിച്ചിരുന്നു. എങ്കിലും പ്രതിസന്ധി ഇൻഡിഗോയുടെ 20 വർഷത്തെ പാരമ്പര്യത്തെ നിർവചിക്കുന്ന ഒന്നല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഹൈദരാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇൻഡിഗോ 20 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത നേട്ടങ്ങളെ 3-7 ദിവസത്തെ സംഭവങ്ങൾ കൊണ്ട് മാത്രം വിലയിരുത്താൻ കഴിയില്ല. ഇതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നായി മാറാനുള്ള യാത്രയിലാണ് നമ്മൾ. ഇന്ത്യയുടെ വലുപ്പത്തിനും സാധ്യതകൾക്കും അവസരങ്ങൾക്കും അനുയോജ്യമായ ഒരു വിമാന കമ്പനിയായി ഇൻഡിഗോ മാറണമെന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. 1970 നെതർലാൻഡ്സിലെ സൗത്ത് ഹോളണ്ട് പ്രവിശ്യയിലാണ് പീറ്റർ എൽബേഴ്സിൻ്റെ ജനനം. വെൻലോയിലെ ഫോണ്ടിസ് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിച്ച അദ്ദേഹം അവിടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ ബിരുദം നേടി. ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് നെതർലൻഡ്സിൽ നിന്ന് MBAയിൽ ബിരുദവും നേടി. ഇൻഡിഗോയിൽ ചേരുന്നതിന് മുൻപ് 2014 മുതൽ 2022 വരെ KLM റോയൽ ഡച്ച് എയർലൈൻസിൻ്റെ CEO ആയിരുന്നു അദ്ദേഹം. 1992 ഡച്ച് എയർലൈനായ KLMൽ നിന്നാണ് എൽബേഴ്സ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. എയർക്രാഫ്റ്റ് ലോഡിംഗ് സൂപ്പർവൈസറായിട്ടായിരുന്നു ആദ്യ ജോലി. 6 വർഷത്തിനുള്ളിൽ നെതർലൻഡ്സിലും ജപ്പാൻ, ഗ്രീസ്, ഇറ്റലി എന്നിവയുൾപ്പെടെ വിദേശ രാജ്യങ്ങളിലും നിരവധി മാനേജറിയൽ സ്ഥാനങ്ങൾ വഹിച്ചു. 2005 KLMലെ നെറ്റ്വർക്ക് ആൻഡ് അലയൻസുകളുടെ സീനിയർ വൈസ് പ്രസിഡന്റായി നിയമിതനായി. 2011 KLMന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി മാനേജിംഗ് ഡയറക്ടർ ബോർഡിൽ ചേർന്നു. 3 വർഷത്തിന് ശേഷം അദ്ദേഹം എയർലൈനിന്റെ പ്രസിഡന്റും CEOയുമായി സ്ഥാനക്കയറ്റം നേടി. 2022 ജൂണിൽ വിരമിച്ച റോണോജോയ് ദത്തയ്ക്ക് പകരമായി എൽബേഴ്സിനെ പുതിയ CEO ആയി നിയമിച്ച് ഇൻഡിഗോ പ്രഖ്യാപിച്ചു. 2022 സെപ്റ്റംബറിലാണ് എൽബേഴ്സ് ഇൻഡിഗോയുടെ CEO ആയി ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നത്. ഈ സ്ഥാനമാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ തന്റെ വീടാണെന്നായിരുന്നു 2024 പീറ്റർ എൽബേഴ്സ് പറഞ്ഞത്. ഇൻഡിഗോയുടെ ഭാഗമായതോടെ 2 വർഷമായി ഇന്ത്യയിൽ താമസിക്കുകയാണ്. ഇൻഡിഗോയും മനോഹരമായ രാജ്യമായ ഇന്ത്യയും എൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇന്ത്യ ഇപ്പോൾ എൻ്റെ വീട് പോലെയാണ് എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ.